നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റാൻ പോകുന്ന ആ 5 മന്ത്രവാക്കുകൾ ഏതാണ്? അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. മുന്നേറണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടാകും, പക്ഷെ അത് എവിടെ നിന്ന് തുടങ്ങണമെന്നറിയാതെ നമ്മൾ കുഴങ്ങി നിൽക്കും. ഒരുപക്ഷെ നിങ്ങളുടെ ജോലിയിൽ തളർന്നിരിക്കാം, നിങ്ങളുടെ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ ലക്ഷ്യമിടുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയാതെ ആത്മവിശ്വാസം കുറഞ്ഞിരിക്കാം. ഈ സാഹചര്യം മാറ്റാൻ നിങ്ങൾ ആയിരക്കണക്കിന് രൂപ ചിലവാക്കുകയോ ഓൺലൈൻ ക്ലാസ്സുകളിൽ പങ്കെടുക്കുകയോ ഇത് ചെയ്യണോ അത് ചെയ്യണോ എന്ന് ആലോചിക്കുകയോ ഒന്നും വേണ്ടതില്ല. എപ്പോഴും മാറ്റം എന്നത് നിങ്ങൾക്കുള്ളിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. നിങ്ങളുടെ ചിന്തകളിൽ നിന്നും വാക്കുകളിൽ നിന്നുമാണ് അത് ആരംഭിക്കുന്നത്. ഇന്ന് നിങ്ങളുടെ സമീപനത്തെയും മനോഭാവത്തെയും ഒടുവിൽ നിങ്ങളുടെ ജീവിതത്തെയും മാറ്റാൻ കഴിയുന്ന 5 ശക്തമായ വാക്കുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇവ വെറും വാക്കുകളല്ല, നിങ്ങളുടെ അന്തരാത്മാവിനോട് സംസാരിക്കാൻ സഹായിക്കുന്ന ശക്തമായ ഉപകരണങ്ങളാണ്. അടുത്ത കുറച്ച് മിനിറ്റുകൾ ശ്രദ്ധ ഒരിടത്തേക്ക് മാറ്റാതെ ഞാൻ പറയുന്നത് സശ്രദ്ധം കേൾക്കുക. ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായേക്കാം. ഇതെല്ലാം നമുക്ക് അറിയാവുന്നതല്ലേ എന്ന് കരുതി നിസ്സാരമായി കാണരുത്. ആദ്യത്തെ മന്ത്രവാക്ക് നന്ദി. ഇതൊരു സാധാരണ വാക്കായി തോന്നാം, പക്ഷേ ഇതിന്റെ ശക്തി വളരെ വലുതാണ്. നമ്മുടെ മനസ്സ് പൊതുവെ നമ്മുടെ കൈവശമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചും ജീവിതത്തിലെ കുറവുകളെക്കുറിച്ചുമാണ് അധികം ചിന്തിക്കുന്നത്. എനിക്ക് നല്ല ജോലി കിട്ടിയില്ല, കയ്യിൽ ആവശ്യത്തിന് പണമില്ല, മറ്റുള്ളവരെ പോലെ എനിക്ക് ജീവിക്കാൻ കഴിയുന്നില്ല എന്നിങ്ങനെ ഒരുപാട് പരാതികൾ നമ്മുടെ മനസ്സിനുള്ളിൽ ഓടിക്കൊണ്ടിരിക്കും. നന്ദി എന്ന ഈ മന്ത്രം നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകളെ തകർക്കുന്നു. ഇത് നിങ്ങളുടെ ശ്രദ്ധയെ ഇല്ലാത്തവയിൽ നിന്നും ഉള്ളവയിലേക്ക് മാറ്റുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, രാവിലെ ജീവനോടെ കണ്ണു തുറക്കുന്നു, അതിന് നന്ദി പറയാം. കുടിക്കാൻ ശുദ്ധജലം ലഭിക്കുന്നു, 3 നേരം ഭക്ഷണം കിട്ടുന്നു, താമസിക്കാൻ ഒരിടമുണ്ട്, നിങ്ങളെ സ്നേഹിക്കാൻ ചിലരുണ്ട്. ഈ വീഡിയോ കാണാൻ പോലും നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോണും ഇന്റർനെറ്റും ഉണ്ട്. ചെറിയ കാര്യങ്ങളെക്കുറിച്ചാണല്ലോ പറയുന്നതെന്ന് ചിന്തിക്കരുത്. ചെറിയ കാര്യങ്ങളിലാണ് യഥാർത്ഥ സന്തോഷം ഇരിക്കുന്നത്. രാവിലെ കാപ്പി തരുന്ന അമ്മയ്ക്കോ ഭാര്യയ്ക്കോ നന്ദി പറയുക, ബസ്സിലെ കണ്ടക്ടർക്ക് നന്ദി പറയുക, പെട്രോൾ പമ്പിലെ ജീവനക്കാരന് നന്ദി പറയുക, രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ ദൈവത്തിന് നന്ദി പറയുക. ഇത് നിങ്ങൾക്കൊരു പോസിറ്റീവ് വൈബ്രേഷൻ നൽകും. രണ്ടാമത്തെ വാക്ക് എനിക്ക് സാധിക്കും അഥവാ ഐ ക്യാൻ. നമ്മളിൽ പലരുടെയും ശത്രു പുറത്തല്ല, ഉള്ളിൽ തന്നെയാണ്. നിനക്ക് കഴിയില്ല, നീ തോറ്റുപോകും, റിസ്ക് എടുക്കണ്ട എന്നിങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ കഴിവുകളെ തളർത്തും. സാധിക്കും എന്ന വാക്ക് നമ്മുടെ മനസ്സിന്റെ തടവറ തുറക്കാനുള്ള താക്കോലാണ്. എനിക്ക് കഴിയില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് പ്രശ്നങ്ങളെ മാത്രം കാണുന്നു. എന്നാൽ എനിക്ക് സാധിക്കുമെന്ന് ഉറപ്പിച്ചു പറയുമ്പോൾ പരിഹാരങ്ങൾ തേടാൻ അത് തുടങ്ങുന്നു. ഒരു പുതിയ ഭാഷ പഠിക്കണമെങ്കിൽ പഠിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിന് പകരം ദിവസം 5 വാക്ക് പഠിക്കാൻ എനിക്ക് സാധിക്കും എന്ന് പറഞ്ഞു തുടങ്ങുക. ഇത് നിങ്ങളുടെ മനോഭാവത്തെ വളർച്ചയുടെ പാതയിലേക്ക് നയിക്കും. മൂന്നാമത്തെ വാക്ക് ക്ഷമ. ഇത് മറ്റുള്ളവയേക്കാൾ അല്പം പ്രയാസകരമായിരിക്കാം, എന്നാൽ വളരെ പ്രധാനമാണ്. ദേഷ്യവും പകയും മനസ്സിൽ കൊണ്ടു നടക്കുന്നത് നമ്മൾ വിഷം കുടിച്ചിട്ട് മറ്റുള്ളവർ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിന് തുല്യമാണ്. ക്ഷമ എന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന ഒന്നല്ല, അത് നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടിയുള്ളതാണ്. നിങ്ങളെ ഒരാൾ വേദനിപ്പിച്ചിട്ടുണ്ടാകാം, ആ വ്യക്തിയോടുള്ള ദേഷ്യം നിങ്ങളെ തളച്ചിടുകയാണ്. അതിൽ നിന്ന് മോചിതനായാൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതിനേക്കാൾ പ്രയാസം സ്വയം ക്ഷമിക്കുന്നതാണ്. പഴയ തെറ്റുകളെ ഓർത്ത് സ്വയം പഴിക്കാതെ അവയിൽ നിന്ന് പഠിച്ചു മുന്നേറാൻ സ്വയം ക്ഷമിക്കുക. നാലാമത്തെ മന്ത്രവാക്ക് സാരമില്ല അഥവാ ഇറ്റ്സ് ഓക്കെ. ജീവിതം എപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പോലെ നടക്കില്ല. തെറ്റുകൾ സംഭവിക്കാം, പരാജയങ്ങൾ വരാം. നമ്മൾ ആരും പൂർണ്ണരല്ല. ഒരു പ്രസന്റേഷൻ നടത്തുമ്പോൾ വാക്ക് തെറ്റിയാൽ സാരമില്ല, ഭക്ഷണം കരിഞ്ഞു പോയാൽ സാരമില്ല, വിചാരിച്ച സ്ഥലത്ത് എത്താൻ പറ്റിയില്ലെങ്കിൽ സാരമില്ല. ഇത് മടിയല്ല, മറിച്ച് നമ്മളോട് തന്നെ കാണിക്കുന്ന കരുണയാണ്. സാരമില്ല എന്ന് കരുതി മുന്നോട്ട് പോയില്ലെങ്കിൽ അത് മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയുള്ളൂ. മനുഷ്യ സഹജമായ തെറ്റുകളെ അംഗീകരിക്കുന്നത് വീണ്ടും ശ്രമിക്കാനുള്ള ആവേശം നൽകും. അഞ്ചാമത്തെ മന്ത്രവാക്ക് സ്നേഹം. ഇത് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ്. മറ്റുള്ളവരോടുള്ള സ്നേഹം മാത്രമല്ല, അതിലുപരി സ്വയം സ്നേഹിക്കുക. സെൽഫ് ലവ്. മറ്റുള്ളവരുടെ അംഗീകാരത്തിനായി നമ്മൾ എപ്പോഴും ദാഹിക്കുന്നു. സ്വയം സ്നേഹിക്കുന്നത് സ്വാർത്ഥതയല്ല, അതൊരു സുരക്ഷയാണ്. നിങ്ങളുടെ ശരീരത്തിന് നല്ല ഭക്ഷണവും ഉറക്കവും വ്യായാമവും നൽകുക. കഴിയില്ല എന്ന് പറയേണ്ടിടത്ത് കുറ്റബോധമില്ലാതെ അത് പറയുക. നിങ്ങളുടെ നേട്ടങ്ങളെ എത്ര ചെറുതാണെങ്കിലും അംഗീകരിക്കുക. നിങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന പേടി ഇല്ലാതാകും. നന്ദി, സാധിക്കും, ക്ഷമിക്കുന്നു, സാരമില്ല, സ്നേഹം. ഈ 5 മന്ത്രവാക്കുകളും നിങ്ങളുടെ കയ്യിലുള്ള ആയുധങ്ങളാണ്. ഇവ ഒരു തവണ കേട്ടാൽ മാത്രം പോരാ, ഓരോ ദിവസവും ഇത് പ്രാവർത്തികമാക്കണം. പരാതിക്ക് പകരം നന്ദിയും സംശയത്തിന് പകരം ആത്മവിശ്വാസവും ശീലിക്കുക. നിങ്ങളുടെ വാക്കുകളാണ് നിങ്ങളുടെ ലോകത്തെ സൃഷ്ടിക്കുന്നത്. ഇന്ന് തന്നെ തുടങ്ങുക. ഈ 5 വാക്കുകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് കമന്റ് ചെയ്യുക.